ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് നിങ്ങൾ തമ്മിൽ വന്ന് കണ്ട പോലത്തെ ഒരു 3D ജിയോമെട്രിക്കൽ ചാർട്ട് ചെയ്യാൻ പോവാം. ആദ്യമായി A4 പേപ്പറിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു 7 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കുന്നു. ഒരു സൈഡ് 3.5 സെൻറ്റിമീറ്റർ, രണ്ട് സൈഡും കൂടെ ചേർത്ത് 7 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ ലൈൻ വരച്ചിട്ട് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം 7 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചിട്ട് പിന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ 60 ഡിഗ്രി ആംഗിൾസ് മാർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രിയും 120 ഡിഗ്രിയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മൾ അപ്പുറത്തും അതേപോലെ ചെയ്യുന്നുണ്ട്. 60 ഡിഗ്രി 120 ഡിഗ്രി. നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉപയോഗിച്ച് ഇത് ചെയ്യാം കേട്ടോ. ഒരു സർക്കിൾ വരച്ചിട്ട് റേഡിയസ് കൊണ്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച അതിനെ 3.5 സെൻറ്റിമീറ്റർ, നമ്മളെ 5 സെൻറ്റിമീറ്ററാണ് ഒരു പ്രൊട്രാക്ടർ, ഒരു അപ്രോക്സിമേറ്റ്ലി 5 സെൻറ്റിമീറ്റർ. അന്നേരം ആ പ്രൊട്രാക്ടർ 5 സെൻറ്റിമീറ്റർ വരയ്ക്കാതെ നമ്മൾ 3.5 സെൻറ്റിമീറ്റർ വെച്ച് മേളിലും താഴെയും വരയ്ക്കുക. അന്നേരം നമുക്ക് ഒരു ലൈൻ 7 സെൻറ്റിമീറ്റർ വെച്ച് കിട്ടും. അതേപോലെ നമ്മൾ അപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ലൈൻസ് കിട്ടിയിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ നീളമുള്ള 3 ലൈൻസ്. ഇനി നമ്മൾ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ആർക്ക് അഥവാ ആരം വരയ്ക്കുന്നു. നമുക്ക് കിട്ടിയ ലൈൻസ് ഇല്ലേ, ആ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് പുറത്തോട്ട് ആർക്ക് വീശുന്നു. എല്ലാ എൻഡ് പോയിൻറ്റ്സിൽ നിന്നും അതേപോലെ ആർക്ക് വീശണം. ഓക്കെ, നമ്മളപ്പോൾ ആർക്ക് വീശി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എല്ലാ സൈഡിലും ആർക്ക് വീശുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ പോയിൻറ്റും ഈ നമ്മുടെ എൻഡ് പോയിൻറ്റ്സും ലൈൻ്റെ എൻഡ് പോയിൻറ്റ്സും തമ്മിൽ കൂട്ടി മുട്ടിക്കുമ്പോൾ നമുക്ക് റോംബസ് കിട്ടും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ റോംബസിൻ്റെ ആംഗിൾസൊക്കെ നിങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ചോദിക്കും കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കണം. അതേപോലെ എല്ലാ സൈഡും ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടും, 6 പോയിൻ്റ് സ്റ്റാർ കിട്ടും. അപ്പം ഇങ്ങനെ നമുക്കൊരു 6 പോയിൻ്റ് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ കിട്ടിയ 6 പോയിൻ്റ് സ്റ്റാർ ഉണ്ടല്ലോ, ആ സ്റ്റാറിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ എല്ലാ പോയിൻറ്റ്സിൽ നിന്നും ചെയ്യണം. ഇപ്പം നമുക്ക് 3.5 + 3.5 ഒരു ലൈൻ 7 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് നമുക്ക് ആദ്യമേ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന മാർക്കർ CD-DVD മാർക്കറാണ്. സെലോയുടെ തെർമലൈൻ എന്ന് പറയുന്ന CD-DVD മാർക്കർ. നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലപോലെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. ആദ്യം വരയ്ക്കുമ്പോൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. മത്സരത്തിനൊക്കെ പോകുമ്പം CD-DVD മാർക്കർ ഉപയോഗിക്കുന്നത് ഇച്ചിരി നല്ലതാണ്. പക്ഷേ ഞാനത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം എങ്ങാണ് നമുക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് തെറ്റിപ്പോവും, പിന്നെ ആദ്യം തൊട്ട് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് CD-DVD മാർക്കർ ഉപയോഗിക്കേണ്ട, പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി നിങ്ങൾ മത്സരത്തിനൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ് CD-DVD മാർക്കർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം സ്റ്റാറിൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഫിഗർ കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ ഫിഗറിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 3.5 സെൻറ്റിമീറ്റർ അടുത്ത സ്റ്റാറിൻ്റെ പോയിൻറ്റിലേക്കാണ് ശ്രദ്ധിക്കണം. സ്റ്റാറിൻ്റെ പോയിൻറ്റിലേക്ക് 3.5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. എന്നിട്ട് 3.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് പിന്നെ 7 തൊട്ട് 14 വരെ, നിങ്ങളുടെ സ്കെയിലിൽ 7 തൊട്ട് 14 വരെ, അതായത് 7 സെൻറ്റിമീറ്റർ. അതേപോലെ എല്ലാ സ്റ്റാറിൻ്റെ പോയിൻറ്റ്സിനും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത പോയിൻറ്റ്സിനും സ്റ്റാറിൻ്റെ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. ഇത് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. ഇനി നമ്മളെ ആ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമ്മുടെ ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ കളറിങ് ആണ്. ആ 2 പോയിൻറ്റ്സ് യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ചാർട്ട് പേപ്പറിൽ വരയ്ക്കാനുള്ള അളവ് ഈ വരച്ചതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ A4 പേപ്പർ വരച്ചത് 3.5 സെൻറ്റിമീറ്റർ വെച്ചാൽ ഒരു 7 സെൻറ്റിമീറ്റർ എടുക്കുക. അങ്ങനെ ആ ഒരു അളവ് വെച്ച് വരച്ചാൽ മതി. ഇല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ വരെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ നിറഞ്ഞ് നിൽക്കും. പിന്നെ നിങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ഇത് മെയിൻ ചാർട്ടായിട്ട് വെക്കല്. ഒരു പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു കണക്റ്റഡാണ്. നമുക്ക് പെട്ടെന്ന് വരച്ചതായിട്ട് തോന്നത്തില്ല. ഒരു 3D ചിത്രം. അപ്പം നിങ്ങൾക്കിത് മത്സരത്തിനൊക്കെ പോകുമ്പം വളരെ ഉപകാരപ്പെടും. 3 മണിക്കൂറാണുള്ള ഒരു മെയിൻ ചാർട്ടും പിന്നെ അതിൻ്റെ കൂടെ വെക്കാൻ ഈ ഒരു ചാർട്ടും വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മളന്നേരം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വരച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കളറിങ്ങാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പർപ്പിളും ബ്ലാക്കും ഓറഞ്ചുമാണ് കേട്ടോ. പർപ്പിളും റെഡും ഓറഞ്ചുമാണ്. അപ്പോൾ ഞങ്ങൾ കളറിങ്ങിൻ്റെ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. LPക്കും UPക്കും HS-നും ഒരുപോലെ വരയ്ക്കാൻ പറ്റുന്നൊരു ചാർട്ടാണ്. കാരണം നിങ്ങൾക്ക് 3 ചാർട്ട് വരയ്ക്കുമ്പം അതിലൊരു ചാർട്ടായിട്ട് വെക്കാം. LPക്കാർക്ക് വേണമെങ്കിൽ ഇത് മെയിൻ ചാർട്ടായിട്ടും വെക്കാം. ഇതിൻ്റെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്കവിടെ കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കളർ അടിച്ച ആ ഷേപ്പ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. പിന്നെ പാരലലോഗ്രാം ഉണ്ട്, റോംബസ് ഉണ്ട്. അതിന് 3 ഷേപ്പുകൾ പഠിക്കുക, അതിൻ്റെ ആംഗിൾസ് പഠിക്കുക. ഇതൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വന്ന സാറ് ചോദിക്കും, ചെക്ക് ചെയ്യുന്ന സാറ് ചോദിക്കും. നമ്മൾ പർപ്പിൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓറഞ്ച്, പിന്നെ റെഡ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മാർക്കർ ലെക്സോട്ടിൻ്റെ കളർ മാർക്കറാണ്. ഓറഞ്ച് കളർ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി റെഡ്. ഇതേ കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പർപ്പിളിന് വരെ ഏത് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഓറഞ്ചിന് വരെ യെല്ലോ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിങ് പാറ്റേൺ എടുക്കാം. പക്ഷേ ഇച്ചിരി നല്ല കളേഴ്സ് ആക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഡ്രോയിങ് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.